കാക്കനാട് കാറിന് സൈഡ് കൊടുക്കുന്നതിനെ ചൊല്ലി യുവാക്കളെ ആക്രമിച്ച കേസിലെ പ്രതികൾ പിടിയിൽ. കളമശ്ശേരി സ്വദേശി ഷെഫിൻ, പൂക്കാട്ടുപടി സ്വദേശി ഫഹദ്, കോഴിക്കോട് സ്വദേശി ബെന്നി എന്നിവരെയാണ് തൃക്കാക്കര പോലീസ് പിടികൂടിയത്. വിവാഹ ചടങ്ങിന്റെ ഭാഗമായി സുഹൃത്തിന്റെ വീട്ടിൽ പോയി മടങ്ങുമ്പോഴായിരുന്നു സംഭവം. ബീന റാണി വിശദാംശങ്ങൾ നൽകും. ബീന, ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ വീഡിയോ പ്രചരിച്ചതാണ്. ഈ പിടികൂടിയ 3 പേരുടെയും ബാക്ക്ഗ്രൗണ്ട് എന്താണ് ബീന? ഗൗതം, സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിച്ച ദൃശ്യങ്ങളിൽ നാടാകെ ഞെട്ടലോടെ കണ്ട ഒരു സാഹചര്യത്തിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും 3 പേരെ ഇപ്പോൾ തൃക്കാക്കര പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ പ്രധാനി, അതായത് ഈ ഗുണ്ടാ സംഘത്തിലെ പ്രധാനി വേറൊരു ഗുണ്ടാ നേതാവ്, പെരുമ്പാവൂർ അനസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഗുണ്ടാ നേതാവിൻ്റെ സഹായി ഷെഫിനാണ്. കളമശ്ശേരി സ്വദേശിയാണ് അയാൾ. മറ്റൊരാൾ ഫഹദ്, പൂക്കാട്ടുപടി സ്വദേശി, കോഴിക്കോട് സ്വദേശി ബെന്നി എന്നിവരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം നിലവിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും അന്വേഷിച്ചു വരുന്നുണ്ട്. ഞായറാഴ്ച പുലർച്ചെയായിരുന്നു ഇത്തരത്തിൽ ഒരു വലിയ ഗുണ്ട ആക്രമണം കാക്കനാട് NGO ക്വാർട്ടേഴ്സിന് മുന്നിൽ നടന്നത്. കാക്കനാട് പൊതുവെ ഗുണ്ടകളുടെ ഒരു വിളയാട്ടം സംബന്ധിച്ച് നേരത്തെയും നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് IT അതുപോലെ തന്നെ മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് കാക്കനാട്. കൊച്ചിയുടെ സാമ്പത്തിക തലസ്ഥാനം എന്ന് തന്നെ പറയാം. ഇവിടെയുള്ള ഇത്തരത്തിലുള്ള ആക്രമണ സംഭവങ്ങൾ നേരത്തെയും ആളുകളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഇത് ഞായറാഴ്ച പുലർച്ചെ ഒരു വിവാഹ വിരുന്നിന് പങ്കെടുത്ത ശേഷം തിരിച്ചു വരികയായിരുന്ന 3 ചെറുപ്പക്കാർ, അതായത് മുഹമ്മദ് ഷഫി, നിസാം, പ്രവീൺ കുമാർ എന്ന 20-22 വയസ്സ് മാത്രം പ്രായമുള്ള യുവാക്കളാണ്. ഇവർ വരുമ്പോൾ ഈ ഗുണ്ടകളുടെ, അതായത് ഈ പ്രതികളുടെ കാറിന് സൈഡ് കൊടുത്തില്ലെന്ന് ആരോപിച്ച് ഇവരെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാവുന്നതാണ്. ഇവരെ നിലത്തിട്ട് ചവിട്ടുകയും ഒപ്പം തന്നെ വയറിനിട്ടും മുഖത്തും എല്ലാം ചവിട്ടുകയും നിരന്തരം അടിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ഇവർ തിരിച്ച് കാറിൽ കയറിയതിന് ശേഷവും തിരിച്ചിറങ്ങി വന്ന് യുവാക്കളെ ആക്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഇതിൽ പ്രവീൺ കുമാർ എന്നയാളുടെ നിലയായിരുന്നു ആദ്യം ഗുരുതരമായി തുടർന്നിരുന്നത്. ഇപ്പോൾ ആരോഗ്യനില അല്പം ഭേദപ്പെട്ടിട്ടുണ്ടെന്ന് അറിയുന്നു. മറ്റ് 2 യുവാക്കളും കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും ഇത്തരത്തിലൊരു സംഭവം നാട്ടുകാരുടെ ഇടയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. കാക്കനാട് പോലൊരു സ്ഥലത്ത് ഇതുപോലെയുള്ള ഗുണ്ടായ വിളയാട്ടം അടിക്കടി നടക്കുന്നത് വലിയ തോതിൽ നിയമപാലകരെയും അസ്വസ്ഥരാക്കുന്നുണ്ട്. എന്നാൽ പോലീസ് പട്രോളിംഗ് മറ്റും കൃത്യമായി നടക്കുന്നില്ല എന്നൊരു ആരോപണവും ഇതിൻ്റെ പിന്നിലുണ്ട്. കാരണം ഇത്തരം രാത്രിയിൽ പുലർച്ചെ ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ പോലീസ് യാതൊരു സംവിധാനവും സുരക്ഷാ സംവിധാനങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. നിരന്തരം, അതായത് ഏതാണ്ട് 1.5 മണിക്കൂറോളം ഇവരെ ഈ റോഡിൽ തടഞ്ഞിട്ട് ഇത്തരത്തിൽ ആക്രമിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് 3 പ്രതികളെ, അതിൽ ഒരാൾ ഒരു കുപ്രസിദ്ധ ഗുണ്ടാ നേതാവിൻ്റെ സഹായി കൂടിയാണ്. ഇത് വ്യക്തമാണ്. എന്തായാലും ഈ യുവാക്കളെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടാണ് കാക്കനാട് പോലീസ് ഇപ്പോൾ 3 പേരെ പിടികൂടിയിരിക്കുന്നത്. ബീന റാണിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.